സംസ്ഥാനത്ത് മഴ വീണ്ടും ശക്തമാകുന്നു. 12 ജില്ലകൾക്ക് കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകൾക്കാണ് ജാഗ്രതാ നിർദ്ദേശം. കണ്ണൂർ അയ്യക്കുന്നിൽ 302 മില്ലിമീറ്റർ മഴ ലഭിച്ചു. 10 വീടുകൾ പൂർണ്ണമായും 107 വീടുകൾ ഭാഗികമായും തകർന്നു എന്നും അധികൃതർ വ്യക്തമാക്കി. നാളെ എല്ലാ ജില്ലകൾക്കും ഗ്രീൻ അലർട്ടാണ്. MS വീണ വീണ്ടും ഒപ്പം ശരിയാണ്. വീണ, നമ്മൾ കണ്ടു, ഒന്ന് മഴ ശമിച്ചുവെന്ന് തോന്നിപ്പിച്ചു. പല ജില്ലകളിൽ നിന്നും വലിയ അലേർട്ടുകളൊക്കെ മാറി റെഡ് അലർട്ട് ഉണ്ടായിരുന്ന, പ്രാഥമികമായി ഉണ്ടായിരുന്ന ഇടങ്ങളിൽ ഓറഞ്ച് അലർട്ടിലേക്ക് പോയി. മഴ ശമിച്ചു, വെള്ളം ഇറങ്ങുന്നു എന്ന് തോന്നിപ്പിച്ചതാണ്. പുതിയ അപ്ഡേറ്റ് എന്താണ്? പുതിയ മഴ മുന്നറിയിപ്പ് വരികയാണ്. മഴ വീണ്ടും ശക്തമാകും. 12 ജില്ലകൾക്ക് കൂടി ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുകയാണ്. അല്പം മുമ്പ് വരെ 5 ജില്ലകൾക്കായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് 12 ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ടായി മാറുന്നു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്. ഒരുപക്ഷെ തിരുവനന്തപുരവും കൊല്ലവുമില്ല. മറ്റെല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പറയുകയാണ്. വീണയിലേക്ക് പോകാം. വീണ, മഴ ഒന്ന് ശമിച്ചു എന്ന് തോന്നിയതാണ്, പക്ഷെ വീണ്ടും മുന്നറിയിപ്പിൽ ആശങ്ക വേണമെന്നാണോ? തീർച്ചയായും കൃഷ്ണരാജ, 12 ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പക്ഷെ മഴയുടെ ശക്തി കുറയുമെന്നുള്ള ആശ്വാസകരമായിട്ടുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നതെന്നുള്ളതാണ്. വരുന്ന മണിക്കൂറുകളിലും കഴിഞ്ഞ ദിവസവും ഇന്ന് പുലർച്ചെയും ഒക്കെ അനുഭവപ്പെട്ട മഴയുടെ ശക്തി കുറയുമെന്നുള്ളതാണ്. പക്ഷെ ശക്തമായിട്ടുള്ള കാറ്റുണ്ടാകും എന്നുള്ള അറിയിപ്പ് കൂടിയുണ്ട്. പക്ഷെ അടുത്ത 2 ദിവസങ്ങളിൽ പ്രത്യേകിച്ച് മഴ മുന്നറിയിപ്പ് പങ്കുവയ്ക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാളെയും മറ്റന്നാളും ഒക്കെ ഗ്രീൻ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് താരതമ്യേന ഇനിയും മഴയുടെ ശക്തി കുറയും, അല്ലെങ്കിൽ മഴ ലഭിക്കുന്നത് കുറഞ്ഞു വരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആശ്വാസകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം പലയിടങ്ങളിലും വെള്ളക്കെട്ട് അതിരൂക്ഷമായി അനുഭവപ്പെടുന്ന സാഹചര്യമുണ്ട്. ആ വെള്ളം ഒഴുകി പോകുന്നതിനൊക്കെയുള്ള സാഹചര്യം ഒരുക്കും മഴയുടെ അളവ് കുറയുന്നതിന്. 7-ാം തീയതി ആയിരിക്കും ഇനി മഴ ശക്തമായി ഉണ്ടാകുക എന്നുള്ളൊരു അറിയിപ്പ് കൂടിയാണ് ലഭിക്കുന്നത്. ഇത് വളരെ തരത്തിൽ ആശ്വാസകരമായി നൽകുന്ന വാർത്ത തന്നെയാണ്. 12 ജില്ലകളിലാണ് ഈ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിലാണ് ഈ ഒരു അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി അല്പസമയങ്ങൾക്ക് മുമ്പ് മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹവും ഇത്തരത്തിൽ ആശ്വാസകരമായിട്ടുള്ള വാർത്തകൾ തന്നെയാണ് പങ്കുവച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ജാഗ്രതാ നിർദ്ദേശം കൈവിടരുതെന്ന് കൂടി പറയുന്നുണ്ട്. കാരണം ഈ കാലാവസ്ഥ എപ്പോഴും വേണമെങ്കിലും മാറി മറിയാം. കൃത്യമായിട്ടുള്ള ഒരു പഠനം നടത്തിയൊക്കെ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിലയിരുത്തലുകളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളും അറിയിപ്പുകളും ഒക്കെ അധികൃതരിൽ നിന്നുണ്ടാകുന്നത്. പക്ഷേ ചില സമയങ്ങളിൽ അപ്രതീക്ഷിതമായിട്ടുള്ള മഴ ഉണ്ടാകുമ്പോൾ അത് വലിയ തരത്തിൽ അപകടങ്ങളെ ക്ഷണിച്ചു വരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതിനാൽ തന്നെ തീരദേശ മേഖലയിലുള്ളവർ ജാഗ്രത പാലിക്കണം, മലയോര മേഖലകളിലെ യാത്രകൾ ഒഴിവാക്കണമെന്നുള്ളൊരു നിർദ്ദേശം കൂടിയാണ് പങ്കുവച്ചിരിക്കുന്നത്. വരുന്ന മണിക്കൂറുകളിലും മഴയുടെ തോത് കുറയുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരിയതോ അല്ലെങ്കിൽ ഇടത്തരമായിട്ടുള്ള മഴ സംസ്ഥാനത്ത് ലഭിക്കുമെന്നുള്ളതാണ്. ഓറഞ്ച് അലേർട്ടാണ് 12 ജില്ലകൾക്കുള്ളത്. കൃഷ്ണരാജ്, 12 ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ട്. തിരുവനന്തപുരത്തിനും കൊല്ലത്തിനുമില്ല. പക്ഷേ മഴ ശമിക്കും എന്ന സൂചനയാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു MS.